മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റത്തിലും പുതിയ വ്യവസ്ഥകളിലും പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരത്തിലേക്ക്. ഈ മാസം 15-നാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമരം. 1.95 ലക്ഷം പേരാണ് ജില്ലയിൽ സമരത്തിനിറങ്ങുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്നാണ് പദ്ധതിക്ക് കേന്ദ്രം പുതിയ പേരിട്ടിരിക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്രവിഹിതം 60% കുറയ്ക്കുകയും സംസ്ഥാന വിഹിതം 40% കൂട്ടുകയും ചെയ്തു. കാർഷിക സീസണിൽ തൊഴിലുറപ്പ് പദ്ധതി പാടില്ലെന്ന നിബന്ധനയും കൊണ്ടുവന്നു. ഇതെല്ലാം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ആശങ്ക. അടുത്ത സാമ്പത്തിക വർഷം മുതലേ പുതുക്കിയ രീതിയിലുള്ള പദ്ധതി നടപ്പാക്കൂ. എങ്കിലും ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി നടത്തിപ്പിനെയും അത് ബാധിക്കുമെന്നാണ് ആശങ്ക. നിലവിൽ 57.12 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 52.92 ലക്ഷം തൊഴിൽ ദിനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ശരാശരി 41 ദിവസത്തെ തൊഴിൽ മാത്രമാണ് ഇതുവരെ ഒരു കുടുംബത്തിന് നൽകാനായത്. കഴിഞ്ഞ തവണ 66.48 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് ആദ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ പഞ്ചായത്തുകൾ തൊഴിൽ ആവശ്യപ്പെട്ടവർക്കെല്ലാം നൽകി. ഇതോടെ തൊഴിൽ ദിനങ്ങൾ 1.04 കോടിയായി ഉയർത്താൻ കഴിഞ്ഞു. ഇതോടെ തൊഴിൽ ചെയ്തതിന്റെ കൂലി നൽകാൻ കേന്ദ്രം നിർബന്ധിതരായി. എന്നാൽ ഇത്തവണ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പഞ്ചായത്ത് നൽകിയാലും പുതുക്കിയ വ്യവസ്ഥ കേന്ദ്രം ബാധകമാക്കി കൂലി തടയുമോ എന്നാണ് ആശങ്ക. പദ്ധതിയുടെ പേരുമാറ്റത്തിനൊപ്പം തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ജില്ലയിൽ 2515 കുടുംബങ്ങൾക്ക് മാത്രമാണ് 100 തൊഴിൽ ദിനം ലഭിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1.5 ലക്ഷത്തിലേറെ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനം നൽകിയ സ്ഥാനത്താണിത്. തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാനുള്ള നിബന്ധനകൾ കൊണ്ടുവന്നതിന് ശേഷം ഇത് 125 വർദ്ധിപ്പിക്കുന്നതിന്റെ ഇരട്ടത്താപ്പും തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനകൾ ചോദ്യം ചെയ്യുന്നുണ്ട്.